നമസ്കാരം. കന്യാസ്ത്രീകളുടെ അറസ്റ്റും അതോടൊപ്പം തന്നെ ജയിൽവാസവും കേരളത്തിൽ BJPയെ തെല്ലൊന്നുമല്ല പിടിച്ചു കുലുക്കിയത്. കേരള സർക്കാർ അമ്പരന്ന് നിൽക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പോരാട്ടം വിജയം കാണുകയാണ്. അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം ലഭിക്കുമെന്ന സൂചന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ സന്ദർശിച്ച കേരളത്തിലെ UDF MPമാർക്കാണ് ഈ ഉറപ്പ് ലഭിച്ചത്. അതിനായിട്ടുള്ള വഴികളും അമിത്ഷാ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. ഈ വിഷയത്തിലെ ശരിയും തെറ്റും വളരെ വ്യക്തമായി അമിത്ഷാ MPമാരോട് വിശദീകരിച്ചു. കന്യാസ്ത്രീകളുടെ കേസ് NIA കോടതിക്ക് വിട്ട സെഷൻസ് കോടതിയുടെ നടപടി വലിയ തെറ്റാണെന്ന് ആഭ്യന്തരമന്ത്രി കേരള MPമാരോട് പ്രതികരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഒരു കാരണവശാലും ജാമ്യ ഹർജിയെ ഛത്തീസ്ഗഡ് BJP സർക്കാർ എതിർക്കില്ല എന്നും അമിത്ഷാ ഉറപ്പു നൽകി. അങ്ങനെ വരുമ്പോൾ വിചാരണ കോടതിയിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യം ലഭിക്കുമെന്ന് അമിത്ഷാ സൂചിപ്പിച്ചു. എല്ലാവരും പറയുന്നത് പോലെ കന്യാസ്ത്രീകൾക്കെതിരായ ഈ കേസിൽ തങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹത്തെ കണ്ട UDF MPമാർക്ക് അമിത്ഷാ ഉറപ്പു നൽകി. ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ തന്നെ ശ്രമിക്കുമെന്നും അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ട്. അങ്ങനെ NIAയെ ഏൽപ്പിക്കുന്ന സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയതോടെ UDF MPമാരുടെ പോരാട്ടം വിജയം കാണുകയാണ്. ഈ ഉറപ്പ് ലഭിച്ച ശേഷമാണ് UDF MPമാർ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കിയത്. അതായത് കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായിട്ടുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരും കൂട്ടായി എടുക്കുമെന്നും ഉറപ്പ് കിട്ടിയതായിട്ട് NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോടാണ് UDF MPമാർ പ്രതികരിച്ചത്. BJP ഭരിക്കുന്ന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുകയാണ്. കേസ് NIA കോടതിയിലേക്ക് മാറ്റേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. പക്ഷേ മാറ്റിയതുകൊണ്ട് NIA കോടതിയിൽ നിന്ന് കേസ് റദ്ദ് ചെയ്യുന്നതിനുള്ള ഒരു പെറ്റീഷൻ സംസ്ഥാന സർക്കാർ തന്നെ നൽകുകയാണ്. അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അമിത്ഷാ അവർക്ക് നൽകിക്കഴിഞ്ഞു. ജാമ്യാപേക്ഷ നൽകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ ഒരിക്കലും എതിർക്കില്ല. വരും മണിക്കൂറിൽ തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രേമചന്ദ്രൻ MP പറയുന്നുണ്ടെങ്കിലും ഉടൻ ലഭിക്കുമെന്ന് അമിത്ഷായും പറയും. അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുവെന്നാണ് ആഭ്യന്തരമന്ത്രി സൂചന നൽകിയിരിക്കുന്നത്. NIA കോടതിയിൽ വിടുതൽ ഹർജി നൽകാൻ ഇപ്പോൾ കഴിയില്ല. സെഷൻസ് ജഡ്ജി ചെയ്തത് നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നും കേന്ദ്രം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏകപക്ഷീയമായിട്ട് സെഷൻസ് കോടതിക്ക് കേസ് NIA കോടതിയിലേക്ക് വിടാൻ കഴിയില്ല എന്നിരിക്കെ ഈ നിയമലംഘനത്തിനെതിരെ UDF MPമാർ എടുത്ത ശക്തമായ സമര സൂചനയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലും ഇപ്പോൾ മുട്ടുകുത്തിച്ചിരിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി UDF പ്രതിഷേധിച്ചപ്പോഴാണ് BJPക്ക് പണിപാളിയെന്ന് ഉറപ്പായതും UDFിൻ്റെ വഴിക്ക് കാര്യങ്ങൾ വന്നതും. KC വേണുഗോപാൽ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കങ്ങളും കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ UDF MPമാർ നടത്തിയ തീപാറുന്ന പോരാട്ടവുമാണ് ജാമ്യം ലഭിക്കുന്ന രീതിയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്.